തൃണമൂൽ കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ച ശേഷം PV അൻവർ നമ്മോട് പ്രതികരിക്കുകയാണ്. PV അൻവർ, നിങ്ങൾ രാഷ്ട്രീയ ബന്ധം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചതിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് ഒരു കത്ത് പുറത്തുവിട്ടിരുന്നു. ആ കത്തിൽ ചില പേരുകളും പറയുന്നുണ്ട്. എന്താണ് ഈ കത്ത് യഥാർത്ഥത്തിൽ ഉള്ളത്? വ്യക്തമാക്കിയില്ല. ഇപ്പം നിങ്ങളടക്കമുള്ളവരാണ് ഇപ്പോൾ അത് വ്യക്തമാക്കിയത്. പിന്നെ അത് ആവർത്തിച്ച് നമ്മൾ അത് പറയുന്നത് ശരിയല്ലല്ലോ. ആ കത്തിൽ പരാമർശിച്ച ഈ പറയുന്ന 5-8 മുൻ MLA-മാർ ഇപ്പുറത്തുണ്ടല്ലോ. അതിൽ തന്നെ ആ കത്തിൽ സൂചിപ്പിച്ചതിൻ്റെ വസ്തുത നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവികമായും കേരളത്തിനുണ്ടായിരുന്നൊരു രാഷ്ട്രീയ സാധ്യത അത് ഉപയോഗപ്പെടുത്താൻ, ഈ പറയുന്ന പിണറായി സത്തിനെതിരെ ഉപയോഗപ്പെടുത്താൻ നടത്തിയ ഒരു പരിശ്രമമാണ്. അത് പരിപൂർണമായും ആ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയില്ല. പക്ഷേ പലരും ആ കണ്ടം വിട്ട് മറുകണ്ഠത്തിലേക്ക് വരികയും UDF-ൻ്റെ സ്ഥാനാർത്ഥികളാകുകയും UDF-ന് പിന്തുണ വയ്ക്കുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയം ഇനി ആവർത്തിച്ചത് ചോദിക്കുന്നതിലൊരു പ്രസക്തിയില്ല. അത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ അങ്ങേക്കൊരു രാഷ്ട്രീയ സ്ഥിരതയില്ലെന്നാണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ അത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുക? ഇത്രയും നാളും അങ്ങ് അവരോടൊപ്പം ആയിരുന്നല്ലോ. അത് അത്രയും തരം താഴ്ന്ന ആളുകളാണ് അതിന് മറുപടി പറഞ്ഞത്. അത് അവരുടെ ആ തരം താഴ്ത്തലിൻ്റെ എത്രത്തോളം അവരുടെ ഇൻറ്റഗ്രിറ്റി ഉണ്ട് എന്നുള്ളത് ആ മറുപടിയിൽ തന്നെ അവർക്ക് സ്ഥാപിതമാണ്. എൻ്റെ നിലപാട്, ഞാൻ ഒറ്റ നിലപാടാണ് CPM വിട്ടതിന് ശേഷം LDF വിട്ടതിന് ശേഷം എടുത്തത്. അത് പിണറായി ഗവൺമെൻറ്റിനെതിരാണ്, പിണറായിക്കെതിരാണ്, കുടുംബാധിപത്യത്തിനെതിരാണ്. ഇന്നും ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിന്ന് ആ പോരാട്ടം ഞാൻ തുടരുകയാണ്. അത് കേരളത്തിലെ ജനതയ്ക്കറിയാം. അത് എനിക്ക് ഈ പശ്ചിമ ബംഗാൾ കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടൊന്നും PV അൻവറിനില്ല. ഒപ്പം തന്നെ ഈ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങ് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാഹചര്യമാണോ കാണുന്നത്, അല്ലെങ്കിൽ നിലവിൽ പുതിയ പാർട്ടി തന്നെ രൂപീകരിക്കാനുള്ള സാഹചര്യമാണോ ഉള്ളത്? അല്ല, ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചല്ലോ. കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥക്കനുസരിച്ച് ഒരു ജനാധിപത്യ മതേതര സ്വഭാവമുള്ള UDF-നോടൊപ്പം പരിപൂർണമായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിലേക്ക് അതെത്തും. CPM-ൽ നിന്ന് ഏതെങ്കിലും നേതാക്കളേക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള അത് പലതും വരും, ഉറപ്പില്ല. CPM-ൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയില്ലേ. അതിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. പിണറായിസം കൊണ്ട് ശ്വാസം മുട്ടി അതിൻ്റെ അകത്ത് ഓക്സിജൻ കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് നേതാക്കന്മാരും സാധാരണക്കാരായ സഖാക്കളുമുണ്ട്. അത് വലിയൊരു മാറ്റം കേരളത്തിലുണ്ടാകും. അങ്ങയോട് അങ്ങനെ ആരെങ്കിലൊക്കെ സംസാരിക്കുന്നു? അതൊക്കെ വളരെ പ്യൂർലി പേഴ്സണൽ അല്ലേ. അതിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാലം വരാനിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പോകുന്ന പൂരം എന്തിനാ വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ കൂട്ടിയാൽ മതി. എന്തായാലും കൂടുതൽ ആളുകൾ ഇതിലേക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അത് തന്നെയാണ്. കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അദ്ദേഹം മുന്നോട്ടുണ്ടാകും. കോൺഗ്രസിൽ ലയിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമാകാനല്ല ആഗ്രഹിക്കുന്നത്. UDF-ൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം.